ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് മാരുതി സുസുക്കി ഓമിനി MB5 വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഇതാണ് വണ്ടിയുടെ കംപ്ലൈന്റ്. ഓട്ടത്തിൽ വണ്ടി നിന്നുപോയി. ഒരു ചെറിയ കലപില സൗണ്ട് പോലെ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓട്ടത്തിൽ വണ്ടി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ കംപ്ലൈന്റ്. അപ്പോൾ ടോയിൽ എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്താണ് സ്റ്റാർട്ട് ആവാത്തതിന്റെ കാരണം എന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോ വണ്ടിക്ക് ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ 2 സീറ്റ് അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിലെ കവറും കാര്യങ്ങളൊക്കെ അഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പോ ചാവി ഓൺ ആക്കിയിട്ടുണ്ട്. അതായത് പമ്പിന്റെ മുകളിലും കാര്യങ്ങളൊക്കെ ഇതിൽ കേൾക്കുന്നുണ്ട്. നമ്മൾ ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് ക്രാങ്ക് ആവുന്നുണ്ട്, പക്ഷെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ നമ്മളിപ്പോ ക്രാങ്ക് ചെയ്തപ്പോൾ ഒരു സൗണ്ട് വേരിയേഷൻ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രീ കറക്കം പോലെയാണ് കിട്ടുന്നത്. നമുക്ക് ഈ ഭാഗത്തായിട്ട് നോക്കാം. നമ്മൾ ഈ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് നമുക്ക് ആ എഞ്ചിന്റെ ആ ഒരു ഫ്രീ കറക്കം നല്ലതുപോലെ കിട്ടും. ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഒന്നുകൂടെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ ഒരു ഫ്രീ കറക്കമാണ് കിട്ടുന്നത്. മീൻസ് അതായത് നമ്മൾ സാധാ സ്റ്റാർട്ട് ചെയ്യുന്ന പോലുള്ള സൗണ്ട് അല്ല കിട്ടുന്നത്. അപ്പോൾ അതിനർത്ഥം ഇതിന്റെ ടൈമിംഗ് ബെൽറ്റ് ഇതിനകത്ത് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്നതാണ് ടൈം ബെൽറ്റ് വരുന്നത്. അപ്പോൾ അത് പൊട്ടി ഉള്ളത് കൊണ്ടാണ് ഒരു ഫ്രീ കറക്കം, അതായത് കംപ്രഷൻ ഇല്ലാത്ത രീതിയിലുള്ള ഫ്രീ കറക്കം, വാൽവ് വർക്ക് ആവാതെ വരുമ്പോൾ കറക്റ്റ് കംപ്രഷൻ കിട്ടാതെ വരുമ്പോഴാണ് ഒരു ഫ്രീ കറക്കം വരുന്നത്. അപ്പോൾ അത് കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് ഒന്നുകിൽ ഇതിന്റെ ഓയിൽ ക്യാപ്പ് അഴിച്ചിട്ട് ക്രാങ്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ടാപ്പറ്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ടൈം ബെൽറ്റ് പൊട്ടിയതല്ല. ടാപ്പറ്റ് വർക്ക് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ടൈം ബെൽറ്റ് പൊട്ടിയതാണെന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ 2 കപ്പ് അഴിച്ചിട്ട് 2 സ്ക്രൂ അഴിച്ചിട്ട് കപ്പ് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ട് ഇതിനകത്ത് റോട്ടർ കറങ്ങുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിന്റെ ഓയിൽ ക്യാപ്പ് അഴിച്ചിട്ടുണ്ട്. ഓയിൽ ക്യാപ്പ് അഴിക്കുമ്പോൾ ഇതിന് ഉള്ളിൽ വരുന്നതാണ് ഇതിന്റെ റോട്ടറല്ല ടാപ്പറ്റ് വരുന്നത്. അപ്പൊ ഈ ടാപ്പറ്റ് മുകളിലോട്ടും താഴോട്ടും ആവുന്നുണ്ടെങ്കിൽ ഇതിന്റെ ടൈം ബെൽറ്റ് പൊട്ടിയിട്ടില്ല. ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ടൈം ബെൽറ്റ് പൊട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിനെ വാൽവ് വർക്ക് ചെയ്യുന്ന ടാപ്പറ്റ് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ക്രാങ്ക് ചെയ്യുമ്പോൾ നോക്കാം. ഒന്ന് ക്രാങ്ക് ചെയ്തേ. ഓക്കെ. നമ്മൾ ക്രാങ്ക് ചെയ്യുമ്പോൾ ഇത് മുകളിലോട്ടും താഴോട്ടും വർക്ക് ചെയ്താൽ മാത്രമേ ഇതിന്റെ വാൽവിനെ കറക്റ്റായിട്ട് ഓപ്പണും ക്ലോസും നടക്കുള്ളൂ. അപ്പോൾ ഇപ്പൊ ക്രാങ്ക് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. ഇനി നമുക്ക് റോട്ടറിന്റെ ഭാഗം ഒന്ന് നോക്കാം. ഇപ്പോൾ റോട്ടറിന്റെ ഭാഗം നോക്കാനായിട്ട് നമുക്ക് സ്റ്റാർ ഉപയോഗിച്ചിട്ട് ഇതിന്റെ റോട്ടറിന്റെ ഈ 2 സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്തെടുക്കാം. ഒരു 2 സ്ക്രൂ നമ്മൾ ലൂസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കപ്പ് ലൂസ് ചെയ്ത് വെളിയിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രാങ്ക് ചെയ്ത് നോക്കാം. ക്രാങ്ക് ചെയ്യുമ്പോൾ ഈ റോട്ടർ കാരണം മീൻസ് ഇത് ഹെഡിലാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ ബെൽറ്റ് നമ്മൾ പൊട്ടിക്കഴിഞ്ഞാൽ ഹെഡിന്റെ വാൽവുകൾ വർക്ക് ആവത്തില്ല. അപ്പോൾ ഇതും വർക്ക് ആവില്ല. എന്നാൽ മാത്രമേ കറക്റ്റ് ഫയറിംഗ് ഓർഡറിലോട്ട് റോട്ടർ കറങ്ങിയിട്ട് സ്പാർക്ക് പ്ലഗിൽ കൊടുക്കുള്ളൂ. അപ്പോൾ ഇനി ക്രാങ്ക് ചെയ്ത് നോക്കാം റോട്ടർ കറങ്ങുന്നുള്ളൂ. ഒന്ന് ക്രാങ്ക് ചെയ്തേ. ഓഫ് ചെയ്തു. ഇപ്പൊ ക്രാങ്ക് ചെയ്യുമ്പോഴും ഇവിടെ റോട്ടർ കറങ്ങുന്നില്ല. മീൻസ് ഇതിന്റെ ടൈം ബെൽറ്റ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈം ബെൽറ്റ് അഴിക്കാനായിട്ട് ഇതിന്റെ ഫാനിന്റെ ക്ലൗഡ് അഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഫാൻ അഴിച്ചെടുക്കണം. ഇതിന്റെ കവർ, ആൾട്ടർനേറ്റർ ബെൽറ്റ്, ബാക്കിയുള്ള യൂണിറ്റുകളെല്ലാം നമുക്ക് അഴിച്ചെടുത്തിട്ട് ഇതിന്റെ വാട്ടർ പമ്പിന് ഇതിന്റെ ടൈം ബെൽറ്റിന്റെ പൊട്ടിയതിന്റെ കണ്ടീഷൻ നമുക്ക് നോക്കാം. ഇതിന്റെ ഫാന്, അതുപോലെ തന്നെ ഫാനിന്റെ ക്ലൗഡ്, അതുപോലെ തന്നെ റേഡിയേറ്ററിന്റെ ഓസ് കാര്യങ്ങളൊക്കെ അഴിച്ച് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ചുറ്റുപോൾട്ടുകൾ നമ്മൾ അഴിച്ച് എടുത്തിട്ടുണ്ട്. ക്രാങ്കിന്റെ പുള്ളി അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ കവറാണ് അഴിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് തിക്കി കൊടുക്കുക. കവർ നമുക്ക് വരുമ്പോൾ ഇതിന്റെ ടൈമിംഗ് ബെൽറ്റിന്റെ കണ്ടീഷൻ നമുക്ക് നോക്കാം.
നമ്മളിപ്പോൾ കവർ ഊരിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നോക്കുന്ന സമയത്ത് ബെൽറ്റ് ഇവിടെ പൊട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വണ്ടി ഒന്ന് ക്രാങ്ക് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നുള്ളത്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടൈമിങ്ങിൻ്റെ ഒരു ടീത്ത് ഇവിടെ പൊട്ടിയേക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ബാക്കി ടീത്തുകൾ പൊട്ടിയിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കറങ്ങുന്നതാണ്, റോട്ടർ കറങ്ങുന്നതാണ്. ബെൽറ്റിന് അത്ര വലിയ ലൂസ് എന്ന് പറയാനില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഇതിൻ്റെ പുള്ളി അഴിച്ചിടാം. ക്രാങ്ക് പുള്ളി ഇതിൽ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ബെൽറ്റ് ക്രാങ്ക് പുള്ളി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ടീത്ത് ചാടിയിട്ട് നേരെ റേഡിയേറ്ററിലൊക്കെ പോയി തട്ടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് കയറ്റിയിടാം. നമ്മളിപ്പോൾ പുള്ളി കയറ്റിയിട്ട് ജസ്റ്റ് ബോൾട്ട് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് മുറുക്കിയിട്ടുണ്ട്, കാരണം ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ക്യാമ് തള്ളിപ്പോവും. അപ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ക്രാങ്ക് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കാം. ബെൽറ്റ് കറങ്ങാത്ത, അതായത് ക്യാമിൻ്റെ പുള്ളി കറങ്ങാത്ത അവസ്ഥ എന്താണെന്ന് നോക്കാം. ചാവി ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കറക്കുന്ന സമയത്ത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ബെൽറ്റ് കറങ്ങുന്നതേ ഇല്ല. ക്രാങ്ക് പുള്ളി മാത്രം കറങ്ങുന്നുണ്ട്, ബെൽറ്റ് കറങ്ങുന്നതേ ഇല്ല. അപ്പോൾ അതിനർത്ഥം ഇവിടുത്തെ ടീത്ത് മൊത്തം ഇവിടെ കട്ടായിട്ടുണ്ട്. ഇവിടെ ടീത്ത് കട്ടായതുകൊണ്ടാണ് ബെൽറ്റ് കറങ്ങാത്തത്. കാരണം ഇവിടെ ഒരു ടീത്ത് നമ്മൾ കട്ടായത് കണ്ടതാണ്. അതുപോലെ ഇവിടുത്തെ ഈ ചുറ്റിനുമുള്ള ടീത്ത് കട്ടാകുമ്പോൾ ആ ടീത്തിനെ ക്രാങ്ക് പിടിച്ച് കറക്കില്ല. ബെൽറ്റ് ഒരു ശകലം പോലും കറങ്ങുന്നില്ല, പക്ഷേ ക്രാങ്ക് പുള്ളിയും കാര്യങ്ങളൊക്കെ കറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബെൽറ്റ് അഴിച്ചെടുക്കാം. നമ്മളിപ്പോൾ ക്രാങ്ക് പുള്ളി അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബെൽറ്റ് അഴിച്ചെടുക്കാനായിട്ട് ഇതിൻ്റെ ടെൻഷർ നമുക്ക് ലൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടെൻഷർ നമുക്ക് ലൂസ് ചെയ്യാം. 12ൻ്റെ ബോക്സ് ഉപയോഗിച്ചിട്ട് ടെൻഷർ നമുക്ക് ലൂസ് ചെയ്യാം. 2 ബോൾട്ടാണ് ടെൻഷനിൽ വരുന്നത്. ഒരു ബോൾട്ട് ഈ സൈഡിൽ വരുന്നത്, അതുപോലെ തന്നെ ഒരു ബോൾട്ട് ഈ സൈഡിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ടെൻഷൻ കൂടെ മാറ്റി വിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടെൻഷൻ നമുക്കിങ്ങനെ അഴിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇത് രണ്ട് ബോൾട്ട് നമ്മൾ ലൂസ് ചെയ്തിട്ടുണ്ട്. ലൂസ് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ആ ഒരു ക്ലാമ്പ് കറക്റ്റായിട്ട് വെളിയിലോട്ട്, ക്ലാമ്പല്ല, സ്പ്രിങ്ങിൻ്റെ ലോഡ് വെളിയിലോട്ട് അഴിച്ചു വിടുക. അതിനുശേഷം ഇത് ലൂസ് ചെയ്യുക. ഫുള്ള് അഴിച്ചെടുക്കരുത്, കാരണം ഇന്നത്തെ ടെൻഷൻ ഉണ്ട്, ചാടി നമ്മുടെ കയ്യിൽ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ ലൂസ് ചെയ്ത് വിട്ടതിന് ശേഷം നമ്മളൊരു മൈനസ് ഉപയോഗിച്ചിട്ട് ഇവിടെ കാണുന്ന ഈ സ്പ്രിങ്ങിനെ പുറത്തോട്ട് തള്ളിക്കുക. ഇവിടെ ലോക്കിൽ കയറി കിടക്കുന്നതിനെ പുറത്തോട്ട് തള്ളിച്ചിട്ടുണ്ട്. പുറത്തോട്ട് തള്ളിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഫ്രീ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബെൽറ്റ് ഊരിയെടുക്കാം. നമ്മൾ ബെൽറ്റ് ഊരിയെടുക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അതായത് ക്രാങ്ക് പുള്ളി കറങ്ങുന്ന സൈഡിൽ ഇത്രയും ഭാഗത്ത് ടീത്തുകൾ ഇല്ല. അതുകൊണ്ടാണ് ക്രാങ്ക് പിടിച്ച് ക്രാങ്ക് ബെൽറ്റിനെ പിടിച്ച് കറക്കിയാൽ മാത്രമേ ഈ ക്യാമ് കറങ്ങുള്ളൂ. അപ്പോൾ ഇത്രയിടത്തെ ടീത്ത് കട്ടായി പോയേക്കും. നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്രയിടത്തെ ടീത്ത് കട്ടായി പോയേക്കുന്നതുകൊണ്ടാണ് ക്യാമ് കറങ്ങാതെ വന്നത്, മീൻസ് ബെൽറ്റ് കറങ്ങാതെ. അല്ലാതെ തന്നെ നമ്മൾ കണ്ടത് ഇവിടെ ഒരു ടീത്ത് കട്ടായിട്ടുണ്ട്, ഇവിടെ കുറച്ച് ടീത്ത് കട്ടായിട്ടുണ്ട്, ഇവിടെ കുറച്ച് ടീത്ത് കട്ടായിട്ടുണ്ട്. ഇത്രയും ഭാഗത്തെ മൊത്തം ടീത്തും പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈം ബെൽറ്റ് മാറുന്ന സമയത്ത് ഇതിൻ്റെ ടൈം ബെൽറ്റ് ടെൻഷനർ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നല്ല മൂളിച്ച് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിത് അഴിച്ചെടുക്കാനായിട്ട് ഈ 12 വോൾട്ട്, ഈ 2 12 വോൾട്ടും അഴിച്ചെടുക്കുക. അപ്പോൾ ഇത് അഴിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്തൊരു സ്ലീവ് വരുന്നുണ്ട്, ഈ ഒരു സ്ലീവ്, അതുപോലെ തന്നെ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ പോർഷൻ, ഇത് കറക്റ്റായിട്ട് തന്നെ മാറ്റി വെക്കുക. അതുപോലെ തന്നെ ഇതിലൊരു പ്ലേറ്റ് വാഷറും ഒരു സ്പ്രിംഗ് വാഷറും വരും, അതും കറക്റ്റായിട്ട് തന്നെ മാറ്റി വെക്കുക. ഈ ബോൾട്ടുകൾ തമ്മിൽ നീളത്തിന് വ്യത്യാസമുള്ള ബോൾട്ടുകളാണ്. ഇതാണ് ഇതിൻ്റെ ടെൻഷനർ വരുന്നത്. ടെൻഷനർ നോക്കിയാൽ നല്ല മൂളിച്ച് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്ലേയും ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടൈമിംഗ് കറക്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ടൈമിംഗ് കറക്റ്റ് ചെയ്യുന്ന വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് ഇതിനകത്ത് ഈ ബെൽറ്റിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് മാർക്കിൽ കൊണ്ടുവച്ചിട്ടുണ്ട്, ടൈം മാർക്കിൽ. അപ്പോൾ ടൈം മാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ക്രാങ്കിൻ്റെ മാർക്ക് നോക്കാം. ക്രാങ്കിൻ്റെ മാർക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ കേസിലോട്ട് മുകളിലോട്ട്, അതായത് എഞ്ചിൻ്റെ നേരെ മുകളിലോട്ട് നിൽക്കും. ഇതാണ് ഇതിൻ്റെ കേസിലോട്ട് വരുന്നത്. അതിൻ്റെ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു കുത്തുമാർക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഭാഗത്ത് നോക്കുമ്പോൾ ചെറിയൊരു കുത്തുമാർക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന ചെറിയൊരു കുത്ത്, ഈ കുത്തും ഇവിടെ കാണുന്ന ആരയുമായിട്ട് കറക്റ്റ് മാച്ചിങ്ങിലായിരിക്കണം നിൽക്കേണ്ടത്. അതായത്
നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ കാണുന്ന ആ ഒരു കീ സ്ലോട്ടിൻ്റെ മുകളിലായിട്ടൊരു കുത്തുമാർക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ മാർക്കും ഇവിടെ കാണുന്ന ഈ ഒരു ആരോ മാർക്കുമായിട്ട് കറക്റ്റ് മാച്ചിങ്ങിലായിരിക്കണം നിൽക്കേണ്ടത്. അതായത് ഇങ്ങനെ മാച്ചിങ്ങിലായിരിക്കണം നിൽക്കേണ്ടത്. അതായത് കറക്റ്റ് ഇപ്പോൾ മാച്ചിങ്ങിലാണ് ഈ ഒരു കുത്തുമാർക്കുമായിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ക്രാങ്കിൻ്റെ മാർക്കിംഗ് വരുന്നത്. ഇനി ക്യാമിൻ്റെ മാർക്കിംഗ് നമുക്ക് നോക്കാം. ക്യാമിൻ്റെ മാർക്കിംഗ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ആരോ മാർക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഈ ആരോ കറക്റ്റ് താഴോട്ട് വരും. ഈ കാണുന്ന ആരോ നേരെ താഴോട്ട് വരും. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കുത്തുമാർക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഈ ഭാഗത്തായിട്ട് നോക്കുന്ന സമയത്ത് ഇവിടെയും നമുക്ക് ഒരു ആരോ മാർക്ക് കാണാനായിട്ട് സാധിക്കും. ആ ആരോയും ഈ കുത്തുമാർക്കുമായിട്ട് മാച്ചിങ്ങിലായിരിക്കണം. അതായത് കറക്റ്റ് ഇപ്പോൾ നോക്കുമ്പോൾ നല്ല മാച്ചിങ്ങിലായിരിക്കും നിൽക്കുന്നത്. ഇത് താഴെ നോക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് മുകളിൽ നോക്കാനായിട്ട് സാധിക്കും. ഈ ആരോയുടെ ബാക്ക് എൻഡ് വന്നിട്ട് ഇവിടെ ഈ കാണുന്ന മാർക്ക് ഇവിടെ കാണുന്ന ഈ ഒരു മാർക്കുമായിട്ട് മാച്ചിങ് ആയിരിക്കണം. ഇവിടെ ഇങ്ങനെ ഈ മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പ്രൊജക്റ്റ് നിൽക്കുന്ന ഭാഗം വരും. ആ ഭാഗമായിട്ട് മാച്ചിങ്ങിലായിരിക്കണം നിൽക്കേണ്ടത്. അതായത് ഈ ഒരു വെട്ടിലായിരിക്കണം നിൽക്കേണ്ടത്. അതായത് ഇങ്ങനെ മാർക്കിലായിരിക്കണം നിൽക്കേണ്ടത്. അങ്ങനെയാണ് ഇതിൻ്റെ മാർക്കിംഗ് വരുന്നത്. അതേസമയം നമ്മൾ വേറൊരു കാര്യം നോക്കേണ്ടത്, ഇത് കറക്റ്റായി നിൽക്കുമ്പോൾ ഇതിൻ്റെ റോട്ടർ ഒന്നിലാണോ, ഒന്നാമത്തെ സ്പാർക്ക് പ്ലഗ്, അതായത് ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ സ്പാർക്ക് പ്ലഗ് വരുന്നത്. ഈ ഒന്നാമത്തെ കോഡ് വയർ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ റോട്ടറിൻ്റെ കപ്പിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നൊന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഒന്ന് തന്നെയാണോ നേരത്തെ ഇട്ടേക്കുന്നതെന്ന് കൺഫേം ചെയ്യുക. ഇവിടെ ഒന്നൊന്ന് എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് പ്ലഗിൻ്റെ സ്പാർക്ക് പ്ലഗിലോട്ട് പോകുന്നതാണ്. അതായത് ഈ വയർ ഞാനിപ്പോൾ ഊരിയിട്ടിട്ടുണ്ട്. ഇത് നേരെ ഒന്നാമത്തെ കോഡ് വയറിലോട്ടാണ് ഈ വയർ പോയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗത്തോട്ട് വേണം ഈ കാണുന്ന റോട്ടർ കറക്റ്റായിട്ട് ഒന്നിൻ്റെ ഭാഗത്തോട്ട് വേണം നിൽക്കാനായിട്ട്. അപ്പോൾ അത് ഒന്നിലാണോ നിൽക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കപ്പ് വെച്ചിട്ട് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങോട്ടാണ് റോട്ടർ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഈ കപ്പിട്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഹോള് മാച്ചിങ് ആയിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വന്നേക്കുന്നത് ഇവിടെയാണ് ഒന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തോട്ട് റോട്ടർ നിൽക്കണം. വരുമ്പോൾ ഈ ഭാഗത്തോട്ടാണ് ഇതിൻ്റെ റോട്ടർ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ടൈമിങ് അങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈമിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇനി നമുക്ക് ടൈം ബെൽറ്റ് ഇടാം. ബെൽറ്റ് ഇടുന്നതിന് നമ്മളിപ്പോൾ പുതിയ ടെൻഷർ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ടെൻഷർ ഫിറ്റ് ചെയ്യാം. ഇത് ഈ ഒരു ആംഗിളായിരിക്കും വരുന്നത്. കാരണം ഇവിടെയാണ് ഈ സ്പ്രിങ്ങിൻ്റെ ഈ കാണുന്ന ലോക്ക് വന്ന് കിടക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കയറ്റിയിടുക. അതിനുശേഷം ഈ ഒരു ബോൾട്ട് നമ്മൾ ആദ്യം കയറ്റിയിടുക. അതിൽ സ്പ്രിംഗ് വാഷറും പ്ലേറ്റ് വാഷറും ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കുക. അതിനുശേഷം ഇതിടുക. ഇതിൻ്റെ സ്ലീവും കറക്റ്റ് സ്പ്രിങ് ഈ ഒരു ആംഗിളിലായിരിക്കും ഇതിൻ്റെ ലോക്ക് വരുന്നത്. അപ്പോൾ അത് കയറ്റിയിടുക. ഇത് നമ്മൾ ഫുള്ള് കൈകൊണ്ട് കൊള്ളിച്ച് വെച്ചതിന് ശേഷം ഒരു ശകലം ലൂസ് ചെയ്ത് വിടുക. അത് ഇങ്ങനെ ഫ്രീ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് അകലം വലിച്ച് വെക്കുക. കാരണം ഈ ഒരു സ്പ്രിങ് ഇതിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് ഒരു ശകലം ബോൾട്ട് ഫുൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പ്രിങ് ഇതിനകത്തോട്ട് കയറാൻ പാടണം. അപ്പോൾ കുറച്ച് ലൂസ് ചെയ്ത് ഇത്രയും നീളത്തിൽ എങ്കിലും ആക്കി വെക്കുക. അതിനുശേഷം ഇത്രയും പ്ലേ ഇട്ടേക്കുക. ഇനി നമുക്ക് ടൈമിംഗ് ബെൽറ്റ് ഇടാം. നമ്മളിപ്പോൾ ടൈം ബെൽറ്റ് പുതിയത് എടുത്തിട്ടുണ്ട്. ഫെർണറിൻ്റെ ബെൽറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ക്രാങ്കിൽ കറക്റ്റ് കയറ്റിയിടുക. നമ്മൾ കയറ്റിയിടുമ്പോൾ കറക്റ്റ് തിരിയരുത്. കയറ്റിയിട്ടതിന് ശേഷം ജസ്റ്റ് ഇതിൽ ലോഡ് ചെയ്ത് കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം ഇതിൽ മാക്സിമം വലിച്ചിട്ട്, അതായത് ഇത് ലൂസ് ആവാത്ത രീതിയിൽ മാക്സിമം വലിച്ചിട്ട് ക്യാമിൽ കറക്റ്റ് കയറ്റിയിടുക. നമുക്ക് ഇങ്ങോട്ട് വലിക്കാനായിട്ട് കിട്ടുന്നില്ല. ഇത്രയും ഇടുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ലൂസ് ഇവിടെ ബെൽറ്റിന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമിനെ ജസ്റ്റ് ഒന്ന് പുറകോട്ട് തിരിക്കുക. ഫ്രണ്ടിലോട്ട് തിരിക്കുക. അതായത് ഇങ്ങോട്ട് തിരിക്കുക. നമ്മൾ ശകലം മാർക്കിൻ്റെ ഭാഗത്തുനിന്ന് ശകലം നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ മാർക്ക് ഒരു ശകലം മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ ബെൽറ്റ് ടൈറ്റായിട്ട് വരുമ്പോൾ ആ മാർക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. നമ്മൾ ബെൽറ്റ് കറക്റ്റായിട്ട് തന്നെ ഇവിടെ കൈ പിടിച്ചിട്ട് ടെൻഷറിൻ്റെ മുകളിലോട്ടാക്കുക. ടെൻഷറിൽ കയറ്റിയിടുക. ഇപ്പോൾ നമ്മൾ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ലൂസ് നമുക്ക് നോക്കാം. അപ്പോൾ
ബെൽറ്റ് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ടൈം ബെൽറ്റ് ഇവിടെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ സ്പ്രിങ് കയറ്റിയിടാം. വെക്കുക. സ്പ്രിങ് ആ ലോഡിലോട്ട് നമ്മൾ കയറ്റിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇവിടെയും കൂടെ കറക്റ്റ് കയറ്റിയിടാം. നമ്മളിപ്പോൾ അവിടെയും കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൾട്ട് കുറച്ച് കൊള്ളിച്ച് വെക്കാം. നമ്മളിപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കുറച്ചിട്ടുണ്ട്, കാരണം സ്പ്രിങ് ചാടി പോകാതിരിക്കാനായിട്ട് ഇത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ മുറുക്കിയിട്ടില്ല. ബെൽറ്റ് കറക്റ്റാണെന്ന് നോക്കി ടൈമിങ് കറക്റ്റായതിനു ശേഷം നമ്മൾ മുറുക്കിയിടുക. നമ്മൾ ഈ ഒരു പ്ലേ എപ്പോഴും കറക്റ്റ് ബെൽറ്റിന് വേണം. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മാർക്ക് നോക്കാം. മാർക്ക് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് കറക്റ്റിന് തന്നെയാണ് ഈ മാർക്ക് വന്ന് കിടക്കുന്നത്. അതുപോലെ തന്നെ ക്രാങ്കിൻ്റെ മാർക്ക് നോക്കാം. ക്രാങ്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ആരമായിട്ട് കറക്റ്റ് മാച്ചിങ്ങിലാണ് ഈ കീ സ്ലോട്ടിൻ്റെ ലോക്കും കീ സ്ലോട്ടിൻ്റെ കുത്തുമാർക്കും അതുപോലെ തന്നെ കീ സ്ലോട്ടും വന്ന് കിടക്കുന്നത്. ഇനി നമുക്ക് ഈ 2 ബോൾട്ടാണ് ടൈറ്റ് ചെയ്യേണ്ടത്. ഈ 2 ബോൾട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് പുള്ളി ഇട്ടിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കപ്പ് കയറ്റി വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ക്രാങ്കിൻ്റെ പുള്ളി നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ടിട്ട് ഈ നട്ട് ചുമ്മാ കൈകൊണ്ട് ടൈറ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. കാരണം ഇത് നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബെൽറ്റ് ചാടിപ്പോകും, ബെൽറ്റ് ചാടി വെളിയിൽ വരും. ഇപ്പോൾ ഈ ഒരു പ്ലേ എപ്പോഴും ടൈം ബെൽറ്റിന് ഇട്ടേക്ക്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ടെൻഷൻ്റെ ബോൾട്ടും അതുപോലെ തന്നെ ക്രാങ്കിൻ്റെ പുള്ളി നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്യുകയാണ്. ഇഗ്നിഷൻ ഓൺ ചെയ്ത് പമ്പിൻ്റെ മൂളിച്ചും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഓഫ് ചെയ്തു. ഒന്നുകൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓഫ് ചെയ്തു. ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ടൈമിംഗ് കറക്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. കാരണം ഒരു ഞെരുക്കം ചെറുതായിട്ട് വരുന്നത് കസ്റ്റമർ അടിച്ചടിച്ചിപ്പോൾ ബാറ്ററിയുടെ ചാർജ് പോയിട്ടുണ്ട്. ഇപ്പോൾ ഓൾട്ടർനേറ്ററും വർക്കിംഗ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ചെറിയ ഞെരുക്കം സ്റ്റാർട്ടിങ്ങിൽ വന്നേക്കുന്നത്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം, ഇതിൻ്റെ ക്രാങ്കിൻ്റെ പുള്ളി നമുക്ക് ലൂസ് ചെയ്യാനായിട്ട്, ഇതിപ്പം ലൂസാണ് അല്ല, ഇത് അഴിക്കുന്ന സമയത്ത് ഇത് ലൂസ് ചെയ്യാനായിട്ട് നമുക്കൊരു 10-11 ഡബിൾ എൻഡ് വെച്ചിട്ട്, ഈ 10-11 ഡബിൾ എൻഡ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ ബൂട്ട് ഇങ്ങനെയാണ്, ഇതിൻ്റെ ബൂട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 10-11 ഡബിൾ എൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ 10ൻ്റെ ഭാഗം ഇതിനുള്ളിലോട്ട് ഇങ്ങനെ കറക്റ്റ് ഈ 10ൻ്റെ ഭാഗം ഇതിനുള്ളിലോട്ട് ഇങ്ങനെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഈ പുള്ളി ലൂസ് ചെയ്യാനും ടൈറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ പുള്ളി ലൂസ് ചെയ്യാണ്ട് ഈ ബൂട്ട് അഴിച്ചിട്ട് ഈ ഒരു 10ൻ്റെ ഭാഗം 10-11 ഡബിൾ എടുത്തിട്ട് കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഈ ഭാഗം ഗിയർ ബോക്സ് അങ്ങോട്ട് അനങ്ങാതെ വരുമ്പോൾ നമുക്ക് ഈ പുള്ളി സിമ്പിളായിട്ട് തന്നെ ക്രാങ്കിൻ്റെ പുള്ളി ലൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ടൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ടൈറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സെൻസറിൽ തട്ടുന്നുണ്ട് നോക്കുക. ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് സ്പാൻഡർ വരും. അപ്പോൾ ജസ്റ്റ് സ്പാൻഡറിനെ ഒന്ന് ലോഡ് ചെയ്തിട്ട് വേണം നമ്മൾ പുള്ളി ടൈറ്റ് ചെയ്യുന്നത്. ലൂസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ടൈറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ.
അപ്പോൾ മാരുതി സുസുക്കി ഓമിനി ആയിരുന്നു വണ്ടി. അപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിംഗ് ട്രബിൾ നമ്മൾ കണ്ടതാണ്. വണ്ടി സ്റ്റാർട്ട് ആവാത്തതിന്റെ കംപ്ലൈന്റ്, ഇതിന്റെ ടൈമിംഗ് ബെൽറ്റ് പൊട്ടിയത്. ഇത്രയും ഭാഗത്തെ ടീത്ത് പൊട്ടിയിട്ടുണ്ട്, ബാക്കി ടീത്തും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ബെൽറ്റ് ശരിക്കും പൊട്ടി മാറിയിട്ടില്ല, പക്ഷേ ടീത്ത് പോയതുകൊണ്ട് പുള്ളി പിടിച്ച് കറക്കുന്നില്ല. കൂടാതെ നമ്മൾ ഈ ടെൻഷനും കറക്റ്റായിട്ട് തന്നെ മാറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ക്യാം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് അല്ല, ഒരു ഫ്രീ റൊട്ടേഷൻ പോലെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ടൈം ബെൽറ്റ് തന്നെയായിരിക്കും. ടൈം ബെൽറ്റ് പൊട്ടിയത് അല്ലെങ്കിൽ ടീത്ത് ഇതുപോലെ പൊട്ടിക്കിടക്കുന്നതായിരിക്കും ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രാങ്ക് പുള്ളി ലോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ടൈം ബെൽറ്റ് തന്നെയാണ് കൺഫേം ചെയ്യാനായിട്ട് ഓയിലിന്റെ ക്യാപ്പ് അഴിച്ചു നോക്കിയിട്ട് അതിന്റെ റോട്ടർ മുകളിലോട്ടും ടാപ്പറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ കപ്പ് ഊരിയിട്ട് റോട്ടർ കറങ്ങുന്നില്ലെന്നുണ്ടെങ്കിലും നമുക്ക് ടൈം ബെൽറ്റ് പൊട്ടിയതാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ സ്റ്റാർട്ടിംഗ് ട്രബിളിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.